ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. വേറെ ആരുടെയല്ല, ഞങ്ങളുടെ പൊന്നുമോള് ആശക്കുട്ടി, ആശ്മിക എന്ന് പേരുള്ള ആശക്കുട്ടിയുടെ 5th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ 5th ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ കുഞ്ഞിലേ തൊട്ടുള്ള ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സൊക്കെ എടുത്ത് ഞങ്ങളത് എഡിറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇത് ഫേസ്ബുക്കിൽ നല്ല പോലെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് ചെക്ക് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ ചുവട്ടിൽ ഒരുപാട് പേര് ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എനിക്കിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശക്കുട്ടിയുടെ ഓരോ വളർച്ചയിലും, അതായത് 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് ആ സമയത്തൊക്കെയുള്ള ഓരോ വീഡിയോ, ചെറിയ വീഡിയോ ക്ലിപ്സോ എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മളിത് പാട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പറേറ്റ് ക്ലെയിം വരുന്ന കാരണം കൊണ്ട് പാട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ആശക്കുട്ടിയുടെ 5ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ. വലിയ സെലിബ്രേഷനൊന്നും അല്ല, എന്നാലും ഞങ്ങൾ വീട്ടിലുള്ള ആൾക്കാർ ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു സെലിബ്രേഷനായിരുന്നു. എന്നാലും ഞങ്ങൾ അവളെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ. ഒരു അച്ഛൻ അമ്മ എന്നുള്ള നിലയിൽ ഞങ്ങൾ 2 പേരും അവളെ ഒരുപാട് ഹാപ്പിയാക്കി. നമ്മുടെ പൊന്നു മക്കൾ ഓരോ വയസ്സ് കഴിയുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. അവർ ജനിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയ ആ സമയം തൊട്ട് നമ്മൾ ഓർമ്മകൾ ഇങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ നല്ല നല്ല ഓർമ്മകൾ കൂടി കലർന്ന ഒരു നല്ലൊരു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ 5th ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പം നിങ്ങളിത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പിറന്നാളൂട്ടി. നമുക്ക് ഇതിനോട് കൂടി തന്നെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ കാണാം. Happy birthday to you. Happy birthday to Rashmi. Happy birthday to you. അങ്ങനെ ഞങ്ങളുടെ ആശുക്കുട്ടിയുടെ ഒരു കുഞ്ഞ് സെലിബ്രേഷനാണ് കേട്ടോ ഇത് കൂടിയുള്ളത്. ഞങ്ങളുടെ അമ്മ, അതുപോലെ തന്നെ അനിയൻ്റെ വൈഫ്, അനിയൻ, അതുപോലെ അച്ഛൻ, അനിയൻ്റെ മോള്, അതുപോലെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോളും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. കുട്ടികളുടെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലേ. കേക്ക്, മിഠായി, ഗിഫ്റ്റ്, ബലൂൺ എന്നൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ ആശക്കുട്ടിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ ക്രൗൺ വേണമെന്നുള്ളത്. സോ ആശക്കുട്ടി പറഞ്ഞ പോലെ തന്നെ ക്രൗണ്, അതുപോലെ തന്നെ നല്ല നല്ല വലിയൊരു നെക്ലെസ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കിട്ടിയപ്പോൾ തന്നെ ആശക്കുട്ടി നല്ല ഹാപ്പിയായി. പിന്നെ അടുത്തതായിട്ട് അവൾ പറഞ്ഞൊരു കാര്യമാണ് അവൾക്ക് ഒരുപാട് ഗിഫ്റ്റ് വേണമെന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഒരുപാട് ഗിഫ്റ്റ് അവൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ല സന്തോഷമായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞതേ ഞങ്ങളൊരു സെൽഫി എടുത്തു കേട്ടോ, അമ്മയും മോളും കൂടി. പിന്നെ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെപ്പോലെ തന്നെ നല്ല മിടുക്കിയാണ് എൻ്റെ മോളും, അമ്മയുടെ മോളാണ്. അങ്ങനെ കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ആദ്യം തന്നെ അമ്മയുടെ ഗിഫ്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആശക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആരാധ്യക്കുട്ടി നല്ല വാശി പിടിക്കൂല്ലേ. അപ്പോൾ ആരാധ്യക്കുട്ടിക്കും കൂടി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്കും അനിയത്തിക്കും ഒരേപോലെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, അല്ലെങ്കിൽ നല്ല വഴക്കായിരിക്കും കേട്ടോ അവിടെ. അടുത്തതായിട്ട് നമ്മുടെ ആശക്കുട്ടിയുടെ ചേച്ചി സാനുട്ടി അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അടുത്തായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, അച്ഛനാണ് കേട്ടോ. അച്ഛൻ്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കിട്ടി സന്തോഷത്തിൽ എല്ലാം തുറന്ന് നോക്കുകയാണ്. ആ ചട്ടിയിലുള്ളൊക്കെ എന്താണെന്ന് അറിയണ്ടേ. അങ്ങനെ ആക്രാന്തം പിടിച്ച് തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ അച്ഛൻ്റെ ഗിഫ്റ്റുകൾ. അമ്മയുടെ ഗിഫ്റ്റ് അവസാനം തുറന്നാൽ മതി എന്ന് അമ്മ പറഞ്ഞിട്ടോ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇപ്പോൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം.
നമ്മുടെ ആശുട്ടി ഇപ്പോഴും എന്തിൻ്റെങ്കിലുമൊക്കെ അടിയിൽ പോയി ഒളിച്ചിരിക്കാറുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ചെയറിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ ടേബിളിൻ്റെ അടിയിൽ. അവളുടെ ഒരു വീടാണ് അത് എന്ന പോലെ അവൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ടെൻറ്റ്, കളിക്കണ ഒരു ടെൻറ്റ് അവൾക്ക് വാങ്ങിക്കൊടുക്കാമെന്ന്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഹൗസ് ടെൻറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അവൾ അത് സെറ്റ് ചെയ്ത് ഇടുന്നൊരു വീഡിയോ ഇതിലില്ല കേട്ടോ. അത് എടുക്കാനായിട്ട് വിട്ടുപോയി. സോ ഇതെല്ലാം സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയതായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു മൈ ചാനൽ. എപ്പോഴും കൂടി ഉണ്ടാവുക, എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ.